ആ നിങ്ങൾ ഇന്ന് നോക്കിയോ, ഞാൻ പോരാ. ശരി, വേഗം വരണം. ഹലോ, എന്താ മേഡം, എന്താ നോക്കേണ്ടത്? വെഡിങ് സാരി. ആ വരൂ. ഇത് കൊള്ളാമല്ലോ. ആ കൊള്ളാം. നീ ഇതെന്ത് നോക്ക? മാറി നിക്ക. കുട്ടിയെ നോക്കാൻ വന്നവള് അത് മാത്രം ചെയ്താ മതി. അത് ഞാൻ ആന്റി പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് മാറി നിക്കടി. ഈ കളർ മോൾക്ക് നന്നായി ചേരും. നോക്കിയ നാത്തുനെ. കൊള്ളാം. ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കിയിട്ടെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. വിശ്വട്ടിന് എന്തോന്നും പറയാത്തത്? ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാനെന്ത് പറയാനാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്ക്. അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ പെണ്ണുങ്ങളുടെ കൂടെയുള്ള ഷോപ്പിംഗ് ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഏർപ്പാട് തന്നെയാ. അതെ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ ഈ അഭിപ്രായമൊക്കെ കല്യാണം കഴിയുമ്പോ മാറിക്കോളും. മറ്റു കളേഴ്സും കൂടി. രേഷ്മേ, കല്യാണത്തിന് നിങ്ങൾക്കുള്ള ഡ്രസ് കൂടി നോക്കിയോ? അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കല്യാണ പെണ്ണിനുള്ളത് എടുത്തിട്ട് ഞാനത് എടുത്തോളാം. അതെ നാത്തുനെ, ആദ്യം ശ്രേയയ്ക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇതെങ്ങനെയുണ്ട് ആന്റി? കൊള്ളാം. ശ്രേയയ്ക്ക് എല്ലാം ചേരും. ഗംഗയ്ക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ മഹിയേട്ടാ? അതെ, എനിക്ക് റെഡ് കളർ ഡ്രസ് ഒരുപാട് ഇഷ്ടമാണ്. ഈ കളറിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശ്രേച്ചി, ദേ ആ സാരി ചേച്ചിക്ക് നന്നായിട്ട് ചേരും. ആ കളറ് മഹിയേട്ടന് ഒരുപാട് ഇഷ്ടാ. മഹിയേട്ടന്റെ ഇഷ്ടക്കേടൊക്കെ തീരുമാനിക്കേണ്ടത് നീയാണോ? ചേച്ചി, ഞാൻ നിന്നോട് ഇവിടെ അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചോ? വെറുതെ ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കാം. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ എനിക്ക് നിന്റെ ഉപദേശമൊന്നും ആവശ്യമില്ല. മഹിയേട്ടനെ ഇഷ്ടാവൂന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ചേച്ചി. മഹിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറഞ്ഞുതരാൻ അവന്റെ അമ്മ ഇവിടെ ഉണ്ട്. അതിന് നീ മെനക്കെടണ്ട. എല്ലാവരും എന്തിനാ വെറുതെ ഗംഗയെ വഴക്ക് പറയുന്നത്? സാരില്ല മാളു, എനിക്ക് വിഷമമൊന്നുമില്ല. ഗംഗ ഇനി ഒന്നും പറയണ്ട. അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. അല്ലെങ്കിൽ നല്ലതൊന്നും ചെയ്യാൻ ശ്രേയക്ക് അറിയില്ല. മാളു, ശ്രേയ ഇനി മുതൽ നിന്റെ അമ്മ. ആ ഓർമ്മയിൽ വേണം സംസാരിക്കാൻ. മാളൂനെ പറഞ്ഞിട്ട് എന്താ കാര്യം ആന്റി? കൂടെ നിന്ന് വഷളാക്കാൻ ഇവളുള്ളപ്പോ അവളെ കുറ്റം പറയുന്ന എന്തിനാ? ഈ കടയിൽ നിന്ന് എത്ര മോശം ഡ്രസ് എടുത്താലും നീ പറയുന്ന സാരി ഞാൻ എടുക്കില്ല.
ഗംഗേ ദേ ഇത് നോക്കിയേ. ഇതേ ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഗംഗയ്ക്ക് വേണ്ടിയാ ഞാനിത് സെലക്ട് ചെയ്തത് തന്നെ. ഇതൊന്ന് ഇട്ടു നോക്ക്, നല്ല ഭംഗിയുണ്ടാവും. എനിക്കിതൊന്നും വേണ്ട. വാ മാളു. എന്താ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റുകളി? ഒന്നുമില്ല. ഒന്നുമില്ലാന്ന് നുണ പറയണ്ട. അളിയനെ എന്തോ ഒരു ഇളക്കമുണ്ട്. അത് ശരിയാ. ഞാൻ കുറച്ചു നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു. ഗംഗയുടെ പുറകെ ഒരു നടത്തവും നോട്ടവും. അതെ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾ നോക്കുന്നത് നാട്ടു നടപ്പല്ലേ? നാട്ടു നടപ്പ് ഓവറായി. പണി മേടിക്കാതിരുന്നാ മതി. അതൊക്കെ എനിക്കറിയാം. ഉപദേശിക്കാനായിട്ട് വന്നിരിക്കുന്നു. വാ. മോള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ എളുപ്പമായേനെ സർ. ആ, വെഡിങ് സാരി സെക്ഷനിൽ മോളുണ്ട്. ഒന്ന് അവിടെ ചെന്ന് മോളോടും ഗംഗയോടും ഇങ്ങോട്ട് വരാൻ പറയൂ. ആ, ഇപ്പൊ വിളിക്കാം സർ. കൊള്ളാല്ലേ? നാത്തൂൻ എങ്ങോട്ടാ രേഷ്മ പോയത്? ദാ അച്ഛനുള്ള ഡ്രസ്സ് നോക്കാൻ പോയതാ. നമ്മളോട് ബാക്കി സെലക്ട് ചെയ്തോളാനാ പറഞ്ഞേ. ഇതും കൊള്ളാം. മാഡം, ഗംഗാ മാഡത്തിനെയും മാളുവിനെയും സാറ് വിളിക്കുന്നുണ്ട്. ഗംഗ മാഡം മാഡത്തിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആരാടോ ഗംഗ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ തന്റെ ഇവിടുത്തെ പണി ഞാൻ തുറപ്പിക്കും. മാഡം, സാറ് വിളിച്ചോണ്ടാണ് ഞാൻ. തന്നോട് മിണ്ടായിരിക്കാനല്ലേ ഞാൻ പറഞ്ഞേ? സോറി മാഡം. ശ്രേയേ, നീ ഒന്ന് അടങ്ങ്. ഇതൊരു കടയാ, ആളുകളെ ശ്രദ്ധിക്കും. എത്ര നേരമായി നിങ്ങളെ വിളിച്ചിട്ട്? എന്താ നിങ്ങൾ താഴേക്ക് വരാതിരുന്നത്? അത് പിന്നെ മോൾക്കുള്ള ഡ്രസ് എടുക്കണ്ടേ? വാ 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 ഗംഗേ. സോറി മാഡം, ആ മാഡത്തിനെയാണ് സാറ് കല്യാണം കഴിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാ തെറ്റിദ്ധരിച്ചത്. ഈ മഹിക്കിതെന്താ? കല്യാണം കഴിക്കാൻ പോകുന്ന നിന്നെ, എന്നിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന അവളെ. മഹിയേട്ടനോടൊപ്പം അവളുടെ ഈ കറക്കം ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അതിന് ശ്രേയ നന്നായി പാടുപെടുമെന്നാ എനിക്ക് തോന്നുന്നത്. ദേ ശ്രേയേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ ആ ഗംഗയെ അടിച്ചു പുറത്തു കളഞ്ഞേക്കണം. അല്ലെങ്കിലേ അവള് നിന്റെ ജീവിതം തകർക്കും. അതമ്മ പറഞ്ഞില്ലെങ്കിലും ഈ വിവാഹത്തോടെ ഗംഗയുടെ സ്ഥാനം കൈലാസം വീടിന്റെ പടിക്ക് പുറത്താ. പിന്നെ മാളുവിന്റെ പേരും പറഞ്ഞ് അവിടെ ചുറ്റിത്തിരിയാൻ ഞാൻ അവളെ അനുവദിക്കില്ല. ഈ ഉടുപ്പ് മാളുവിന് നന്നായി ചേരും. ഇതെനിക്ക് ഉള്ളതാ ഗംഗേ, വേറെ നോക്കാം. മാളുവിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ കേട്ടോ. നമുക്ക് വേറെ നോക്കാം. സാറും മേഡവും തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. രണ്ടുപേരും കറക്റ്റ് ജോഡിയാ. അവിടെ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റി. അല്ലെങ്കിലും ഞാനൊരു പൊട്ടനാ. ആ മേഡത്തിന് സാറുമായിട്ട് ഒരു ചേർച്ചയില്ല. അതുപോലും ഞാൻ ഓർത്തില്ല. ഇങ്ങനെ നിന്നാ മതിയോ? എനിക്ക് ഉടുപ്പ് എടുക്കണ്ടേ?
ഡ്രസ് എടുത്തോ. ആഹാ, കാഴ്ചയിൽ മാത്രമല്ലല്ലോ മനസ്സിന്റെ കാര്യത്തിലും രണ്ടാളും നല്ല ചേർച്ചയാണല്ലോ. ദാ സർ, ഏതായാലും ഈ ചേർച്ച ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. അവരൊക്കെ ഇവിടെ ഇപ്പൊ വരും. ആ എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങി കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു മോനെ. ഡ്രസ്സൊക്കെ ഓക്കെ ആയി. ഇനി ഗോൾഡ് നമുക്ക് പോണ വഴി കടയിൽ നിന്ന് എടുക്കാം. അത് പിന്നെ സമാധാനമുണ്ട്. നമ്മുടെ കടയിൽ നിന്നായോണ്ട് എന്തെങ്കിലും കുറവ് വന്നാലും പെട്ടെന്ന് എടുക്കാലോ. അതെ അമ്മേ. ആ അപ്പോ ഇവിടുത്തെ ബില്ല് സെറ്റിൽ ചെയ്യാലോ? ശരി മോനെ. ആ ആ ഗംഗയ്ക്ക് എന്താ വാങ്ങിയത്? ഞങ്ങൾക്ക് ആരും ഒന്നും വാങ്ങില്ല മഹി. അതെന്താ അമ്മേ ഗംഗയുടെ കാര്യം മറന്നത്? അത് പിന്നെ അതിനി സമയമുണ്ടല്ലോ. ശ്രേയയ്ക്ക് വേണ്ട വസ്ത്രങ്ങളല്ലേ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. എനിക്കൊന്നും വേണ്ട മഹിയേട്ടാ. എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ട്. വെറുതെ പറയുന്ന മഹി. ഗംഗയുടെ കയ്യില് പുതിയ ഡ്രസ് ഒന്നുമില്ല. ഗംഗ എന്റെ കൂടെ വാ. അയ്യോ വേണ്ട മഹിയേട്ടാ. പറയുന്നത് കേട്ടാ മതി, വാ. എന്താ മഹി, ഇപ്പൊ തന്നെ വൈകി. ഗോൾഡ് കൂടി എടുക്കേണ്ടതാ. അതെ മഹി, ഗംഗയ്ക്കുള്ളത് ഞാൻ പിന്നെ വാങ്ങിക്കോളാം. അത് മാത്രമായിട്ട് മാറ്റി വെക്കണ്ട, ഇപ്പൊ തന്നെ മേടിച്ചേക്കാം. വാ ഗംഗ. നീ വാ ശ്രേയ, നമുക്ക് പോയി നോക്കാം. ആ റെഡിങ് എടുത്തേ. ഈ സാരി ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. ഗംഗയ്ക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ മഹിയേട്ടാ? ഈ കളറിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. ഇതോടെ ബില്ല് ചെയ്തോളൂ. ശരി സാർ. ആ ഗംഗയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ഓ, അതൊന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഇവളെ എടുത്തോളും. അല്ല, എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഗംഗ എടുക്കൂ? അതിനെ അവളിവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾക്ക് എന്താ എത്ര സെന്റിമെന്റ്സ്? ഞാൻ ജോലി ചെയ്യുമ്പോ ഇതൊന്നും കാണാറില്ലല്ലോ. അതിന് നീ ജോലി ചെയ്യാറില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ വല്ലതും അജിത്തേട്ടൻ കാണുന്നുണ്ടോ? ബാക്കി പെണ്ണുങ്ങളെ നോക്കുന്നതിന്റെ ഇടയിൽ എന്നെ നോക്കാൻ എവിടെയാ നേരം? അയ്യോ മോളെ, ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും നോക്കാറില്ല. നിക്ക്, സോൾവ് ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്ത് നോക്കി നിക്ക? വേഗം സാധനങ്ങൾ എടുത്ത് അകത്തോണ്ടെന്ന് വയ്ക്ക. ശരി ആന്റി. ഞാൻ എടുത്തു തരാം. നാത്തൂനെ, ഇതൊന്ന് നോക്കി. ഇത് നോക്കിയേ.
ഇത് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ നാത്തൂനെ ഇവർക്ക്? കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം. ഇതുപോലെ ഒന്ന് ചെയ്യിപ്പിക്കാം. ഗംഗേ സൂക്ഷിച്ച്. എന്ത് പണിയാ നീ കാണിച്ചത്? ഞാൻ അറിയാതെ. അറിയാതൊന്നും അല്ല ആന്റി, മനഃപൂർവ്വ. ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞ വാശിക്ക് അവള് താഴെ ഇട്ടതാ. അയ്യോ അങ്ങനെയൊന്നും പറയില്ല ശ്രേയച്ചി. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത് നീ മനഃപൂർവ്വം ചെയ്തതാ. എന്റെ മോളുടെ കല്യാണ സാരി അടക്കുക നീ നിലത്ത് കളഞ്ഞത്. നിന്നെ കൊണ്ട് ഈ വീട്ടിൽ ഒരു പ്രയോജനം ഇല്ലല്ലോ. എന്ത് ചെയ്താലും നാശം മാത്രം ഉണ്ടാക്കുന്ന ഒരു ജന്മം. അത് ഗംഗ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അറിയാതെ സംഭവിച്ചല്ലേ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അത് പിന്നെ ആണുങ്ങൾക്കെല്ലാം ഇവളുടെ കാര്യത്തിൽ കുറച്ച് സഹതാപം കൂടുതലാ. അതെ അതെ, അക്കാര്യത്തിൽ ഇവക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. മിഴിച്ചിരിക്കാതെല്ലാം പറക്കിയെടുക്കടി. ഗംഗ വിഷമിക്കണ്ട, അമ്മ ആളൊരു പാവാ. പെട്ടെന്ന് ദേഷ്യം വരുന്നേ ഉള്ളൂ. പിടിക്കേ പിടിക്കേ. വിട് വിട്. ഇവര് തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ ശ്രേയെ. അതെ, ഈ ജോഡി കൊണ്ട് നമുക്കൊരു കളിയുണ്ടമ്മേ. നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നമ്മള് കേസിന്റെ കാര്യമൊക്കെ സംസാരിച്ചെങ്കിലും അതിലൊരു കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയി. എന്താ അത്? അതായത് നീ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ മാളുവിന്റെ അമ്മയായി മറ്റൊരു സ്ത്രീയാണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്നും അവർക്ക് മാളുവിൽ ശ്രദ്ധയും ആത്മാർത്ഥതയും കുറവാണെന്നും മറ്റും കാണിച്ച് ഗൗരിയുടെ വീട്ടുകാർക്ക് കേസ് കൊടുക്കാം. അപ്പോ ഞാൻ ഈ കല്യാണം കഴിക്കുന്നത് അബദ്ധമാണെന്നാണോ നീ പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു പോയിന്റ് അവർ പറയാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി നീ പറയണം. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ മാളുവിന് വേണ്ടി മാത്രമാണ്. ഇപ്പൊ അതേ കല്യാണം കൊണ്ട് മാളുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നാ പിന്നെ ഞാൻ എന്തിനാ ആ കാര്യം ചെയ്യുന്നത്? അവരൊരു കേസ് കൊടുത്താ ഉടനെ മാളുവിനെ അവർക്കൊപ്പം വിടാൻ കോടതി ഉത്തരവിടുകയൊന്നുമില്ല. അവൾ സുരക്ഷിതയല്ലാന്നും അവൾക്ക് നിന്റെ കൂടെ ജീവിക്കുന്നതിൽ താല്പര്യമില്ലാന്നും ഗൗരിയുടെ വീട്ടുകാരുടെ അടുത്ത് മാളു കൂടുതൽ സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കുമെന്ന് അവർക്ക് കോടതിയിൽ തെളിയിക്കേണ്ടി വരും. അങ്ങനെ അവർ തെളിയിക്കുന്നത് എങ്ങനെയാ? അത് നടക്കാത്ത കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലാന്ന്. ഇന്ദ്ര, നീ വെറുതെ എന്നെ പേടിപ്പിക്കരുത്. ഒന്നാമതേ മനസ്സിന് സ്വസ്ഥതയില്ല. അതിന്റെ കൂടെ നീ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞ് എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റ് നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. അവരിത്തരത്തിൽ വാദിച്ച അതിനെങ്ങനെ കൗണ്ടർ ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സുഹൃത്തും ഒപ്പം എന്റെ കക്ഷി എന്ന നിലയിൽ കാര്യങ്ങൾ നിന്നെ അറിയിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഒരു അച്ഛൻ എന്ന നിലയിൽ നിനക്ക് മാളുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് നീ ഇപ്പൊ എടുത്ത ഈ തീരുമാനം. മാളുവിന് ഗൗരിയുടെ സ്ഥാനത്ത് ഒരാൾ വേണം. അവൾക്കൊരു അമ്മ വേണം. നീ പറയാറുള്ളത് പോലെ നിന്റെ ദേവിയാനിയമ്മ നിന്നെ സ്നേഹിച്ച പോലെ മാളുവിനെ സ്നേഹിക്കാൻ ഒരമ്മ. അതെ, അതിനു വേണ്ടിയാണ് ഈ വിവാഹവും. പക്ഷേ ഞാൻ ആകെ വറീഡാണ്. മനസ്സിൽ ചില ടെൻഷൻസ് ഉണ്ട്. എന്തിന്? ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നതിൽ, ശ്രേയ എന്റെ ഭാര്യയായി മാളുവിന്റെ അമ്മയായി വരുന്നതിൽ മാളുവിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്.